Hi my dear friends, hope you're all doing well. ഇന്ന് നമുക്ക് കേറ്റ് ചോപ്പിൻ എന്ന അമേരിക്കൻ റൈറ്റർ എഴുതിയ ദ സ്റ്റോറി ഓഫ് ആൻ ആർ എന്ന ഷോർട്ട് സ്റ്റോറി ഡിസ്കസ് ചെയ്യാം. Knowing that Mrs. Mallard was afflicted with a heart trouble, great care was taken to break to her as gently as possible the news of her husband's death. ഈ ടു ബ്രേക്ക് ടു ഹെർ എന്ന് പറയുന്നുണ്ടോ, ആസ് ജെൻലി ആസ് പോസിബിൾ, അതായത് ഒരു അപ്സെറ്റിംഗ് ന്യൂസ് കൈൻഡും അതുപോലെ കൺസിഡേർഡ് മാനറിൽ കൺവേ ചെയ്യുന്നതിനാണ് അത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മിസ്സിസ് മലാഡിന് ഹൃദയ സംബന്ധമായ അസുഖമുണ്ടെന്ന് അറിയാവുന്നത് കൊണ്ട് ഭർത്താവിൻ്റെ മരണവാർത്ത കഴിയുന്നത്ര സൗമ്യമായി അവരെ അറിയിക്കാൻ വളരെയധികം ശ്രദ്ധിച്ചു. ഇറ്റ് വാസ് സിസ്റ്റർ ജോസഫൈൻ ഹു ടോൾഡ് ഹെർ ഇൻ ബ്രോക്കൺ സെൻറ്റൻസസ് വീൽഡ് ഹിൻസ് ദാറ്റ് റിവീൽഡ് ഇൻ ഹാഫ് കൺസീലിംഗ്. അപ്പം മിസ്സിസ് മലാഡിന് ഇത് ആരായും വാർത്ത അറിയിപ്പിച്ചത്? മിസ്സിസ് മലാഡിൻ്റെ സിസ്റ്ററായ ജോസഫൈൻ ആണ് വാർത്ത അറിയിപ്പിക്കുന്നത്. അതുപോലെ എങ്ങനെയാണ് വാർത്ത അറിയിപ്പിച്ചതെന്ന് നോക്കി, ഇൻ ബ്രോക്കൺ സെൻറ്റൻസസ്, അതായത് കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞില്ല. അതുപോലെ വീൽഡ് ഹിൻസ്, അതായത് ഇൻഡയറക്റ്റ് വേയിൽ എക്സ്പ്രസ് ചെയ്തു, അതായത് പെട്ടെന്ന് പോയി ഓപ്പൺലി അത് പറയുകയല്ലായിരുന്നു ആ ന്യൂസ്. അതുപോലെ റിവീൽഡ് ഇൻ ഹാഫ് കൺസീലിംഗ് വെച്ചാൽ പാർഷ്യലി ഹിഡൻ, ഒരു പാതി കാര്യങ്ങൾ ഒളിപ്പിച്ച് പറയുകയാണ്. ഹെർ ഹസ്ബൻഡ്സ് ഫ്രണ്ട് റിച്ചാർഡ് വാസ് ദെയർ ടു നിയർ ഹെർ. അപ്പം മിസ്സിസ് മലാഡിൻ്റെ ഭർത്താവിൻ്റെ സുഹൃത്തായ റിച്ചാർഡ്സ് അവരുടെ ഉണ്ടായിരുന്നു. ഇറ്റ് വാസ് ഹീ ഹൂ ഹാഡ് ബീൻ ഇൻ ദി ന്യൂസ് പേപ്പർ ഓഫീസ് വെൻ ഇൻ്റലിജൻസ് ഓഫ് ദ റെയിൽ റോഡ് ഡിസാസ്റ്റർ വാസ് റിസീവ്ഡ്. അതായത് ഇൻ്റലിജൻസിന് ഇവിടെ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഇൻഫോർമേഷൻ അല്ലെങ്കിൽ ന്യൂസ്. അതുപോലെ റെയിൽ റോഡ് ഡിസാസ്റ്റർ എന്ന് പറയുമ്പോൾ ആ സീരിയസ് ട്രെയിൻ ആക്സിഡൻറ്റിനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഗുരുതരമായ ട്രെയിൻ അപകടത്തെക്കുറിച്ചുള്ള വിവരം ലഭിച്ചപ്പോൾ പത്ര ഓഫീസിലുണ്ടായിരുന്നത് ആരായിരുന്നു? റിച്ചാർഡ്സ് ആയിരുന്നു. ഓക്കെ, വിത്ത് ബ്രെൻലി മലാഡ്സ് നെയിം ലീഡിങ് ദ ലിസ്റ്റ് ഓഫ് കിൽഡ്, അതായത് മരിച്ചുപോയവരുടെ പട്ടികയിൽ ബ്രെൻലി മലാഡിൻ്റെ പേരുണ്ടായിരുന്നു. He had only taken the time to assure himself of its truth by a second telegram. അതായത് രണ്ടാമത്തെ ടെലിഗ്രാം വഴി അതിൻ്റെ സത്യാവസ്ഥ ഉറപ്പാക്കാൻ മാത്രമാണ് അദ്ദേഹം സമയമെടുത്തത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടെലിഗ്രാം മാത്രം പോരാ ആ ഇൻഫർമേഷൻ കറക്റ്റാണോ ഇല്ലയോ എന്ന് അറിയുന്നതിന്. അപ്പോൾ അദ്ദേഹം റിച്ചാർഡ് രണ്ടാമത്തെ ഒരു ടെലിഗ്രാമോടെ വന്ന് അത് കറക്റ്റായിട്ട് കൺഫേം ചെയ്യാൻ വേണ്ടി മാത്രമാണ് ടൈം എടുത്തത്. And had hastened to forestall എന്ന് വെച്ചാൽ act quickly to prevent something from happening. Okay, and had hastened to forestall any less careful, less tender friend in bearing the sad message. അതായത് ഒരു കരുതലില്ലാത്ത, അതായത് ലെസ് കെയർഫുൾ അല്ലെങ്കിൽ ലെസ് ടെൻഡർ, ഒരു കരുതലില്ലാത്ത വ്യക്തി വാർത്തകൾ നൽകുന്നതിൽ മിസ്സിസ് മലാഡിന് നൽകുന്നതിന് മുമ്പായിട്ട് അത് തടയാൻ വേണ്ടി റിച്ചാർഡ് തന്നെ എന്ത് ചെയ്തു? ആ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്തു, ഇനീഷ്യേറ്റീവ് എടുത്ത് അവരുടെ വീട്ടിൽ പോയി ഈ ന്യൂസ് കൊടുക്കുകയാണ്. അതാണ് പറയുന്നത്, only taken the time to assure himself of its truth by a second telegram and had hastened to forestall any less careful, less tender friend in bearing the sad message. She did not hear the story as many women have heard the same, with a paralyzed inability to accept its significance. ഈ പാരലൈസ്ഡ് ഇന്നബിലിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് ഗ്രിഫ്, അതുപോലെ ഭയങ്കരമായിട്ട് നമ്മളൊരു സാഡായിട്ടുള്ള ന്യൂസ് കേൾക്കുമ്പോൾ ആ ഷോക്ക്, അതിനെയാണ് ഈ പാരലൈസ്ഡ് ഇന്നബിലിറ്റി, അതായത് നോട്ട് മെൻ്റലി പ്രിപ്പയർഡ്. അതുപോലെ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് ആ ഇമ്പോർട്ടൻസ് ഓഫ് ദ ഇൻഫർമേഷൻ അല്ലെങ്കിൽ ആ ഇമ്പോർട്ടൻസ് ഓഫ് ദ ഇവൻറ്റിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത് വെച്ചാൽ, മിക്ക സ്ത്രീകളിൽ നിന്നും വ്യത്യസ്തമായി ലൂയിസ് ദുഃഖത്തേക്കാൾ സന്തോഷവും ആശ്വാസവും അനുഭവിച്ചു അല്ലെങ്കിൽ ഫീൽ ചെയ്തു എന്നതാണ് ഈ വരിയിൽ പറയുന്നത്. അതിൻ്റെ കഥ നിങ്ങൾക്ക് പിന്നെ കുറച്ചുകൂടി കഴിയുമ്പോൾ മനസ്സിലാവും. യൂഷ്വലി ഒരു സാഡ് ന്യൂസ് കേൾക്കുമ്പോൾ എല്ലാവരും എന്ത് ചെയ്യും? പൊട്ടിക്കരയും, ഭയങ്കരമായിട്ട് ഷോക്കാവും. ലൂയിസ് ഇവിടെ കരയുന്നുണ്ട്, പക്ഷേ നിങ്ങൾക്ക് ഈ സ്റ്റോറി വായിക്കുമ്പോൾ മനസ്സിലാവും. She wept at once with a sudden wild abandonment in her sister's arm. അവൾ പെട്ടെന്ന് കരഞ്ഞു. വൈൽഡ് അബാൻഡ്മെൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോസ് ഓഫ് ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ ഒക്കാതെ, ഓക്കെ, സഹോദരിയുടെ കയ്യിൽ കിടന്നു. വെൻ ദ സ്റ്റോം ഓഫ് ഗ്രിഫ് ഹാഡ് സ്പെൻഡ് ഇറ്റ് സെൽഫ് ഷീ വെൻഡ് അവേ ടു ഹെർ റൂം എലോൺ. അപ്പോൾ ഈ സ്റ്റോം ഓഫ് ഗ്രിഫ് എന്ന് പറയുന്നത് ഇവിടെ മെറ്റഫറാണ്. അതായത് ആ ഇനീഷ്യലായിട്ടുള്ള ഇമോഷണൽ റിയാക്ഷനെ കാണിക്കാൻ വേണ്ടി, അതുപോലെ തന്നെ ഇൻറ്റൻസിറ്റി, ആ തീവ്രതയെ കാണിക്കാൻ, ഇമോഷൻസിൻ്റെ തീവ്രതയെ കാണിക്കാൻ വേണ്ടിയാണ് ആ സ്റ്റോം ഓഫ് ഗ്രിഫ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, വെൻ ദ സ്റ്റോം ഓഫ് ഗ്രിഫ് ഹാഡ് സ്പെൻഡ് ഇറ്റ് സെൽഫ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു സ്വാഭാവിക കൊടുങ്കാറ്റ് പോലെ ദുഃഖത്തിൻ്റെ കൊടുങ്കാറ്റ് ഒടുവിൽ ശമിച്ചു. ഓക്കെ, ഷീ വെൻഡ് അവേ ടു ഹെർ റൂം എലോൺ. എന്ത് ചെയ്തു? അവൾ ഒറ്റയ്ക്ക് മുറിയിലേക്ക് പോയി. ഷീ വുഡ് ഹാവ് നോ വൺ ഫോളോ ഹെർ. ആരും ലൂയിസിനെ ഫോളോ ചെയ്തില്ല, ഒറ്റയ്ക്ക് പോയി.
There stood, facing the open window, a comfortable roomy armchair. Into this she sank, pressed down by a physical exhaustion that haunted her body and seemed to reach into her soul. അപ്പം ഫേസിങ് ദ ഓപ്പൺ വിൻഡോ, അത് മെറ്റഫറിക്കലി ഈ ഓപ്പൺ വിൻഡോ എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഒരു സെൻസ് ഓഫ് ലിബറേഷൻ അല്ലെങ്കിൽ സെൻസ് ഓഫ് ഫ്രീഡത്തിനെയാണ്. ഓക്കെ, അപ്പം തുറന്നിട്ട് ജനാലയ്ക്ക് അഭിമുഖമായി ആ ചാരു കസേരയിൽ ജസ്റ്റ് ഷീ സാങ് ഇരുന്ന്, അത് പ്രസ് ഡൗൺ ബൈ ഫിസിക്കൽ എക്സോഷൻ എന്ന് പറയുമ്പോൾ അവളുടെ ദുഃഖവും അതുപോലെ തന്നെ വൈകാരിക സംഘർഷം, ഇമോഷണൽ ടെർമോയിലും വളരെ തീവ്രമായതിനാൽ അത് അവളുടെ ശരീരത്തിൽ ഒരു ശാരീരിക ഭാരം പോലെ തോന്നി. അതാ പറയുന്നത് pressed down by physical exhaustion and tiredness that haunted her body and seemed to reach into her soul, ആത്മാവിലേക്കും. ഓക്കെ, ഷീ കുഡ് സീ ഇൻ ദ ഓപ്പൺ സ്ക്വയർ. ഓപ്പൺ സ്ക്വയർ എന്ന് പറയുമ്പോൾ ഓപ്പൺ ഏരിയ. ബിഫോർ ഹെർ ഹൗസ് ദ ടോപ്പ് ഓഫ് ട്രീസ് ദാറ്റ് വെർ ഓൾ അക്വയർ. അക്വയർ എന്ന് പറയുമ്പോൾ ഷേക്കിംഗ്, ട്രംബ്ലിങ് വിത്ത് ദ ന്യൂ സ്പ്രിംഗ് ലൈഫ്. അപ്പം വെളിയിലോട്ട്, വിൻഡോ വഴി വെളിയിലോട്ട് നോക്കിയപ്പോൾ ഒരു പുതിയ സെൻസ് ഓഫ് ലിബറേഷനും ഒരു ജോയ്, ഒരു ഫ്രീഡം എല്ലാം അനുഭവിക്കുകയാണ് ലൂയിസ്. അതായത് ആ ഓപ്പൺ ഏരിയയിലോട്ട് നോക്കിയപ്പോൾ ആ ട്രീസ് കാണുന്നു, മരങ്ങൾ കാണുന്നു. മരങ്ങളുടെ ടോപ്പ് ഫുള്ളും എന്നതാ സ്പ്രിംഗ് ലൈഫ് എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് പൂക്കൾ കൊണ്ട് മൂടിയിരിക്കുക. സ്പ്രിംഗ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, സ്പ്രിംഗ് സീസൺ എന്ന് പറയുമ്പോൾ സിമ്പിൾ ഓഫ് ന്യൂ ബർത്ത്, ന്യൂ ബിഗിനിങ് ഒക്കെയാണ്. അപ്പോൾ സ്പ്രിംഗ് സീസണിലാണ് പൂക്കൾ കൂടുതൽ വിരിയുന്നത്. അതുപോലെ കിളികളും പക്ഷികളുടെ സ്വരവും എല്ലാം കേൾക്കാൻ ഒക്കുന്ന ഒരു നല്ലൊരു സീസണാണ് സ്പ്രിംഗ് സീസൺ. അപ്പോൾ ഇവിടെ വിൻഡോയുടെ വെളിയിലോട്ട് നോക്കിയപ്പോൾ ഒരു സെൻസ് ഓഫ് ജോയ്, ഒരു ലിബറേഷൻ, ഒരു ഫ്രീഡം എല്ലാം നമ്മുടെ ലൂയിസ് അനുഭവിക്കുകയാണ്. ദ ഡിലീഷ്യസ് ബ്രെത്ത് ഓഫ് റെയിൻ വാസ് ഇൻ ദ എയർ. അത് മഴയുടെ മധുരമുള്ള ഗന്ധം ആ വായുവിലുണ്ടായിരുന്നു. ഇൻ ദ സ്ട്രീറ്റ് ബിലോ എ പെഡ്ലർ എന്ന് പറഞ്ഞാൽ കച്ചവടക്കാരൻ, വാസ് ക്രൈയിങ് എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്ന അനൗൺസിങ് ഹിസ് വേസ് എന്ന് പറയുമ്പോൾ പ്രോഡക്ട്സ്. അത് നമുക്കറിയാം, ഈ സ്ട്രീറ്റിൽ കൂടെ പോകുന്ന സ്ട്രീറ്റിലുള്ള കച്ചവടക്കാർ അവരുടെ സാധനങ്ങൾ, ഇപ്പോൾ പൂവാണെങ്കിൽ പൂവെന്ന് പറഞ്ഞ് സൗണ്ട് ഉണ്ടാക്കിയിട്ട് പോകും. ഇല്ല മാമ്പഴമാണെങ്കിൽ എന്ത് ചെയ്യും, മാമ്പഴം എന്ന് പറഞ്ഞ് സൗണ്ട് ഉണ്ടാക്കും. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, so the street below a peddler was crying his ways. Crying എന്ന് പറയുമ്പോൾ announcing. The notes of a distant song which someone was singing reached her faintly എന്ന് വെച്ചാൽ ഒഡിബിൾ അല്ല, ഭയങ്കര ക്ലിയർ അല്ല, എന്നാൽ ചെറുതായിട്ട് കേൾക്കാം. അതായത് ദൂരെ നിന്ന് ആരോ പാടുന്ന ഏതോ ഗാനത്തിൻ്റെ സ്വരങ്ങൾ ഭയങ്കര ഒഡിബിൾ അല്ലെങ്കിലും എവിടെയോ കേൾക്കുന്നുണ്ട്. ആൻഡ് കൗണ്ട്ലെസ് സ്പാരോസ് were twittering in the eaves എന്ന് വെച്ച് കഴിഞ്ഞാൽ മേൽക്കൂര. അപ്പോൾ മേൽക്കൂരയിൽ കുരുവികളുടെ ചിലയ്ക്കുന്ന ശബ്ദം കേട്ടു ലൂയിസ്. There were patches of blue sky showing here and there through the clouds that had met and piled one above the other in the west facing her window. ഈ വരികളിൽ ദ ക്ലൗഡ്സ് ദാറ്റ് ഹാഡ് മെറ്റ് ആൻഡ് പൈൽഡ് വൺ അബോവ് ദ അതർ എന്ന് വിശേഷിപ്പിക്കുന്നത്, അതായത് കൂമ്പാരമായി കിടക്കുന്ന മേഘങ്ങൾ. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൂയിസിന് വിവാഹം എന്ന ആ കസ്റ്റമിൽ അടിച്ചമർത്തപ്പെട്ട ലൂയിസിൻ്റെ ലൈഫിനെയാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ ദ വെസ്റ്റ് ഫേസിങ് ഹെർ വിൻഡോ, അതായത് പടിഞ്ഞാറോട്ട് അഭിമുഖമായുള്ള ജാലകം, അവിടെ ആകാശം ദൃശ്യമാണ്. അപ്പോൾ എന്താണ് ഈ ആകാശം ദൃശ്യമാണെന്ന് പറയുമ്പോൾ a new sense of freedom is coming from the outside world. അതായത് മേഘങ്ങൾക്കിടയിലൂടെ നീലാകാശത്തിൻ്റെ നേർക്കാഴ്ചകൾ ലൂയിസ് അനുഭവിക്കുന്നത് പെട്ടെന്നുള്ള അപ്രതീക്ഷിതവും അതുപോലെ തന്നെ ക്ഷണികവുമായ സ്വാതന്ത്ര്യത്തെ എക്സ്പീരിയൻസ് ചെയ്യുന്നതിനെ പ്രതീകപ്പെടുത്തുന്നതാണ് ഈ വരികൾ. She sat with her head thrown back upon the cushion of the chair. അതായത് ആ ഹെഡ് ത്രോൺ ബാക്ക് upon the cushion എന്ന് പറയുമ്പോൾ ആ പൊസിഷൻ ഓഫ് ഹെർ ഹെഡ് ഒരു റിലാക്സ്ഡ് മാനറിൽ അങ്ങനെ ഇരിക്കുവാണ്. Quite motionless except when a sob came up into her throat and shook her, as a child who has cried itself to sleep continues to sob in its dream. അതായത് നിയന്ത്രിക്കാനാവാത്തതും ശാരീരികവുമായ ദുഃഖത്തിൻ്റെ ഒരു നിമിഷത്തെ വിവരിക്കുന്നതാണ് ഈ വരികൾ. ആ സമയത്ത് ഒരു കരച്ചിൽ അവളുടെ തൊണ്ടിൽ നിന്ന് ഉയർന്നു വന്ന് അവളുടെ ശരീരം വിറയ്ക്കുകയും അതുപോലെ തന്നെ അവളുടെ ആ നിശ്ചലതയെ തടസ്സപ്പെടുത്തുകയും ചെയ്തു. അത് എന്തുമായിട്ടാണ് കമ്പയർ ചെയ്തിരിക്കുന്ന ഒരു ഇമേജറി ഓഫ് എ ക്രൈയിങ് ബേബി ഹു ഈസ് നോട്ട് ഹാപ്പി. ആ ഒരു ഇമേജറി ആയിട്ടാണ് കമ്പയർ ചെയ്തിരിക്കുന്നത്. അതായത് കരഞ്ഞുകൊണ്ട് ഉറങ്ങിയ ഒരു കുട്ടി എന്തോ ചെയ്യുന്നു, സ്വപ്നങ്ങളിലും കരയുന്നത് തുടരുന്നു എന്നതുമായിട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, She was young, with a fair, calm face, whose lines bespoke repression and even a certain strength. ഇവിടെ ലൂയിസിനെ ഡിസ്ക്രൈബ് ചെയ്യുവാണ്. യങ് ആണ്, ഫെയർ ആണ്, അതുപോലെ കാം ഫേസ് ആണ്.
ഹൂസ് ലൈൻ ബിസ്പോക്ക് റിപ്രഷൻ. അതായത് ഈ ലൈൻ സജസ്റ്റ് ചെയ്യുന്നത് ലൂയിസിൻ്റെ ഫേസ്, അതായത് സൊസൈറ്റിയിൽ എക്സ്പെക്റ്റേഷൻസും ഹസ്ബൻഡിൻ്റെ കൺട്രോളും ആ അടിച്ചമർത്തപ്പെട്ടതിൻ്റെ അടയാളങ്ങൾ വഹിക്കുന്നു എന്ന് സൂചിപ്പിക്കുകയാണ് ഈ ഹൂസ് ലൈൻസ് ബിസ്പോക്ക് റിപ്രഷൻ. അതുപോലെ ആൻഡ് ഈവൻ എ സർട്ടൻ സ്ട്രെങ്ത്, അതായത് ആ അടിച്ചമർത്തകൾക്കിടയിലും ഷി പൊസസ് എ ഇന്നർ ഫോർട്ടിറ്റ്യൂഡ്, അതായത് ഒരു ആന്തരിക ധൈര്യം പൊസസ് ചെയ്തിരുന്നു. ബട്ട് നൗ ദർ വാസ് എ ഡൾ സ്റ്റെയർ ഇൻ ഹെർ ഐസ് whose gaze was fixed away off yonder on one of those patches of blue sky. അപ്പം ഇപ്പോൾ ഉള്ള ബട്ട് നൗ ദർ വാസ് എ ഡൾ സ്റ്റെയർ എന്ന ഐസ്, കണ്ണുകളിൽ എന്താണ് ഡൾ സ്റ്റെയർ, അതായത് പെട്ടെന്നുള്ള ഉണ്ടായ ആ ടെമ്പററി സ്റ്റേറ്റ് ഓഫ് ഷോക്കിനെയും അതുപോലെ ആ നംനെസ്സിൻ്റെ ഫീലിങ്ങിനെയാണ് ആ ഡൾ സ്റ്റെയർ എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹൂസ് ഗേസ് വാസ് ഫിക്സ്ഡ്, ഇപ്പോൾ എങ്ങോട്ടാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്? ആകാശത്തോട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ ന്യൂസ് കേട്ടതും അതുപോലെ തന്നെ അതിനെക്കുറിച്ചുള്ളതും ഓർക്കാതെ, മീൻസ് ഇപ്പോൾ ബ്ലാങ്ക് ആയിട്ട് എന്ത് ചെയ്യുവാണ്, ആ ആകാശത്തോട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ ബ്ലൂ പാച്ച് അല്ല പാച്ചസ് ഓഫ് ബ്ലൂ സ്കൈ എന്ന് പറയുന്നത് ബ്ലൂ സ്കൈ എന്ന് സിംബിളൈസ് ചെയ്യുന്നത് ഹോപ്പ് ഇല്ലെങ്കിൽ ഫ്രീഡം ഇല്ലെങ്കിൽ ലിബറേഷനാണ്. ഈ ലൈനാണ് മലാഡ്സിൻ്റെ ഇമോഷണൽ ജേർണിയുടെ ഒരു ടേണിംഗ് പോയിൻ്റ്, ഒരു ക്രൂഷ്യൽ ടേണിംഗ് പോയിൻ്റ്. അതായത് മാരേജ് എന്ന ഒരു നിയന്ത്രണത്തിൽ നിന്നും അതുപോലെ സൊസൈറ്റൽ എക്സ്പെക്റ്റേഷൻ്റെ നിയന്ത്രണത്തിൽ നിന്നും ഫ്രീ ആയിട്ട് തൻ്റെ ഫ്യൂച്ചർ എൻവിഷൻ ചെയ്യുകയാണ് ഇല്ലെങ്കിൽ സങ്കല്പിക്കുകയാണ് ലൂയിസ് ഇവിടെ. It was not a glance of reflection but rather indicated a suspension of intelligent thought. അതായത് ഭർത്താവിൻ്റെ മരണവാർത്ത കേട്ടപ്പോഴുള്ള ലൂയിസിൻ്റെ ഇനീഷ്യൽ റിയാക്ഷനെ വിവരിക്കുന്നു. അതുപോലെ എങ്ങനെയുള്ള മൊമെൻ്റ് ആയിരുന്നു അത്, ഹെർ യൂഷ്വൽ തിങ്കിങ് പ്രോസസ്സ് അത് താത്കാലികമായി നിർത്തിവെച്ചതായിരുന്നു. അതാണ് ബട്ട് റാദർ ഇൻഡിക്കേറ്റഡ് സസ്പെൻഷൻ ഓഫ് ഇൻ്റലിജൻറ്റ് തോട്ട്. There was something coming to her and she was waiting for it fearfully. അതായത് എന്തോ വരുന്നുണ്ടായിരുന്നു, അവൾ അതിനായി ഭയത്തോടെ കാത്തിരിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. വാട്ട് വാസ് ഇറ്റ്, എന്താ വരുന്നുണ്ടായിരുന്നത്? ഷീ ഡിഡ് നോട്ട് നോ, ഇറ്റ് വാസ് ടു സബ്റ്റൽ ഇല്യൂസീവ് ടു നെയിം. അതായത് അവൾക്ക് പൂർണ്ണമായും മനസ്സിലാക്കാനോ അതുപോലെ തന്നെ വാക്കുകളാൽ പ്രകടിപ്പിക്കാനോ കഴിയാത്ത എന്തോ. അത് ആക്ച്വലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എ സെൻസ് ഓഫ് ഫ്രീഡം ഇല്ലെങ്കിൽ എ സെൻസ് ഓഫ് ഇൻഡിപെൻഡൻസ്. അത് ഷീ കാൻഡ് ക്വൈറ്റ് ഗ്രാസ്പ് ഓർ പുട്ട് ഇൻ ടു വേർഡ്സ്. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇറ്റ് വാസ് ടു സബ്റ്റൽ ആൻഡ് ഇല്യൂസീവ് ടു നെയിം. അത് പിടികിട്ടാത്ത എന്തോ. ഓക്കെ, അപ്പോൾ സെൻസ് ഓഫ് ഫ്രീഡത്തിനും ഇൻഡിപെൻഡൻസിനാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ബട്ട് ഷീ ഫെൽറ്റ് ഇറ്റ്, പക്ഷെ അവൾക്കത് ഫീൽ ചെയ്തു. ക്രീപ്പിംഗ് ഔട്ട് ഓഫ് ദ സ്കൈ, അത് എവിടെ നിന്നാണ് വരുന്നത്? ആകാശത്ത് നിന്ന് ക്രീപ്പിംഗ് ഔട്ട് എന്ന് വെച്ചാൽ സ്ലോലി വന്നുകൊണ്ടിരിക്കുവാണ്. റീച്ചിങ് ടുവേർഡ് ഹെർ ത്രൂ ദ സൗണ്ട്സ്, ദ സെൻസ്, ദ കളർ ദാറ്റ് ഫിൽ ദ എയർ. അതായത് ശബ്ദങ്ങളിലൂടെയും സുഗന്ധങ്ങളിലൂടെയും വായുവിൽ നിറഞ്ഞ നിറങ്ങളിലൂടെയും അവളിലേക്ക് എത്തിച്ചേർന്നു. അതായത് ആ സെൻസ് ഓഫ് ഒപ്റ്റിമിസം, ശുഭാപ്തി വിശ്വാസം എക്സ്പീരിയൻസ് ചെയ്യുകയാണ് ലൂയിസ് ഇവിടെ. അതുപോലെ വിവാഹത്തിൻ്റെ നിയന്ത്രണങ്ങളിൽ നിന്ന് മോചിതയായതിനു ശേഷം ഒരു ഫീലിംഗ് ഓഫ് ബീങ് റിബോൺ, അതായത് പുനർജനിക്കുന്ന ഒരു ഫീലിംഗ് ഇവിടെ നമ്മുടെ ലൂയിസിന് അനുഭവപ്പെട്ടു. നൗ ഹെർ ബോസം റോസ് ആൻഡ് ഫെൽ ടിമിൽറ്റസ്ലി. അതായത് ഈ ബോസം എന്ന് റെഫർ ചെയ്തിരിക്കുന്നത് ചെസ്റ്റ് ഏരിയയാണ്. അപ്പോൾ റോസ് ആൻഡ് ഫെൽ ടിമിൽറ്റസ്ലി എന്ന് വെച്ച് കഴിഞ്ഞാൽ റോസ് ആൻഡ് ഫെൽ എന്ന് പറയുമ്പോൾ ആ ശ്വസനവുമായി ബന്ധപ്പെട്ട നെഞ്ചിൻ്റെ താളാത്മക ചലനത്തെ വിവരിക്കുന്നത്, അതായത് ആ റിതമിക് മൂവ്മെൻറ്റിനെ വിവരിക്കുകയാണ്. അത് എങ്ങനെയായിരുന്നു? ടിമിൽറ്റസ്ലി എന്ന് പറയുമ്പോഴത്തേക്ക് ആ മൂവ്മെൻറ്റ് സ്മൂത്തും അല്ലായിരുന്നു, കാമും അല്ലായിരുന്നു. She was beginning to recognize this thing that was approaching to possess her and she was striving to beat it back with her will. അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഭർത്താവിൻ്റെ മരണ വാർത്തയിൽ തനിക്ക് അനുഭവപ്പെട്ട ആ പെട്ടെന്നുള്ള അതിരുകടന്ന സന്തോഷം ഇവിടെ ലൂയിസ് അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ അടുത്ത സെൻറ്റൻസിൽ പറയുന്ന അടുത്ത ഒരു ലൈനിൽ പറയുന്നുണ്ട് ആൻഡ് ഷി വാസ് സ്ട്രൈവിങ് ടു ബീറ്റ് ഇറ്റ് ബാക്ക് വിത്ത് ഹെർ വിൽ. അതായത് സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ സൊസൈറ്റിയിൽ എക്സ്പെക്റ്റേഷൻസ് ഭയന്ന് ആ സന്തോഷം അടിച്ചമർത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ ഹസ്ബൻഡ് മരിച്ചു എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു വൈഫ് സന്തോഷത്തോടെ വെളിയിൽ പ്രതികരിച്ചാൽ അത് എങ്ങനെയിരിക്കും, സൊസൈറ്റി എങ്ങനെ കാണും? അപ്പം നമ്മുടെ ലൂയിസിനറിയാം ലൂയിസിൻ്റെ ലൈഫ് ഒരു അടിച്ചമർത്തപ്പെട്ട ലൈഫാണെന്ന്. പക്ഷേ ഹസ്ബൻഡ് മരിച്ചു എന്നുള്ളതിൽ ഫസ്റ്റ് ആ ഇനീഷ്യൽ ഗ്രിഫ് കാണിച്ചെങ്കിലും സൊസൈറ്റിയുടെ മുമ്പിൽ കാണിക്കാൻ ഭയപ്പെട്ടു, സന്തോഷമുണ്ടെന്നുള്ളത് കാണിക്കാൻ ഭയപ്പെട്ടു. അതാണ് ഇവിടെ പറയുന്നത്. ഷി വാസ് സ്ട്രൈവിങ് ടു ബീറ്റ് ഇറ്റ് ബാക്ക് വിത്ത് ഹെർ വിൽ. ആസ് പവർലെസ് ആസ് ഹെർ 2 white slender hands would have been. അതായത് അവളുടെ 2 വെളുത്ത മെലിഞ്ഞ കൈകൾ പോലെ ശക്തിയില്ലാത്തത്. അതായത് ഇവിടെ ഒരു സിമിലിയാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ലൂസി മെൻ്റലിയും ഫിസിക്കലിയും വീക്കാണ് എന്നുള്ളത് പറയുക. അതായത് ഇവിടെ എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതുതായിട്ട് ലൂയിസിന് കിട്ടിയ ആ ഫ്രീഡത്തിൻ്റെ ആ സാക്ഷാത്കാരത്തെ അടിച്ചമർത്താൻ പാടുപെടുന്ന ലൂയിസിൻ്റെ മാനസികവും ശാരീരികവുമായ ആ ബലഹീനതയെ സൂചിപ്പിക്കുന്നതാണ് ഈ വരികൾ.
When she abandoned herself, a little whispered word escaped her slightly parted lips. അപ്പം ഇത് ഡിസ്ക്രൈബ് ചെയ്യുന്ന ആ മൊമെൻ്റ് ഓഫ് റെവലേഷൻ ആണ്. അതായത് സ്ലൈറ്റ്ലി പാർട്ടഡ് ലിപ്സ്, അതായത് ചെറുതായി പിളർന്ന ആ ചുണ്ടുകളിൽ നിന്ന് ഒരു ചെറിയ മന്ത്രിച്ച വാക്ക് പുറത്തു വന്നു, വെളിയിലേക്ക് വന്നു. അതെന്താണെന്ന് നോക്കിക്കേ. ഷീ സെഡ് ഇറ്റ് ഓവർ ആൻഡ് ഓവർ അണ്ടർ ഹെർ ബ്രെത്ത്. ഫ്രീ ഫ്രീ ഫ്രീ. അപ്പം എന്താ വേർഡ്? ഫ്രീ എന്നുള്ള വേർഡ്, സ്വാതന്ത്ര്യം കിട്ടി എന്നുള്ള വേർഡാണ് വെളിയിൽ വന്നത്. The vacant stare and the look of terror that had followed it went from her eyes. Vacant stare എന്ന് പറയുമ്പോൾ ആ ശൂന്യമായ നോട്ടം, അതുപോലെ ലുക്ക് ഓഫ് ടെറർ. അപ്പോൾ ഭർത്താവിൻ്റെ മരണവാർത്ത അറിഞ്ഞ ലൂയിസ് ആദ്യം ദുഃഖവും ഭയം നിറഞ്ഞ ആ അവസ്ഥയിൽ നിന്നും പുറത്തേക്ക് വരികയാണ്. ഓക്കെ, ദേ സ്റ്റേഡ് കീൻ ആൻഡ് ബ്രൈറ്റ്. ഈ ദേ എന്ന് ഉദ്ദേശിക്കുന്ന ഹെർ ഐസ്, കണ്ണുകളെയാണ്. ഓക്കെ, കണ്ണുകൾ എങ്ങനെയാണ്? കീനും ബ്രൈറ്റുമായി. ഹെർ പൾസസ് ബീറ്റ് ഫാസ്റ്റ്, കോഴ്സിങ് ബ്ലഡ് വാംഡ് ആൻഡ് റിലാക്സ്ഡ് എവരി ഇഞ്ച് ഓഫ് ഹെർ ബോഡി. അപ്പം ഇവിടെ ഇപ്പോഴുള്ള ഫിസിക്കൽ സ്റ്റേറ്റ് ഡിസ്ക്രൈബ് ചെയ്യുകയാണ്. അതുപോലെ ആ പോസിറ്റീവായിട്ടുള്ളൊരു ഇമോഷണലും ഫിസിക്കൽ ചേഞ്ചും ലൂയിസിന് അനുഭവപ്പെട്ടു. ഷീ ഡിഡ് നോട്ട് സ്റ്റോപ്പ് to ask if it were or were not a monstrous joy that held her. അതായത് താൻ അനുഭവിക്കുന്ന ഈ സന്തോഷം ഒരു മോൺസ്ട്രസ് ജോയ് ആണോ അല്ലയോ എന്ന് ചിന്തിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നില്ല. ഓക്കെ, ആക്ച്വലി ഒരു ഈ ഡെത്ത് എന്നുള്ള ഒരു ട്രാജിക് ഇവൻറ്റ് നടന്ന കോണ്ടെക്സ്റ്റിൽ ആ ജോയ് എന്ന് പറയുന്ന ഒരു അൺനാച്ചുറൽ ആണ്. ആക്ച്വലി എ ക്ലിയർ ആൻഡ് എക്സാൾട്ടഡ് പെർസെപ്ഷൻ, അതായത് ഒരു വ്യക്തിത്വവും അതുപോലെ ഉന്നതവുമായ ഒരു ധാരണ ഇനേബിൾഡ് ഹെർ ടു ഡിസ്മിസ് ദ സജഷൻ ആസ് ട്രിവിയൽ. അപ്പോൾ നിരസിക്കുകയോ അതുപോലെ അവഗണിക്കാനുള്ള കഴിവ് ആർക്ക് കിട്ടി? നമ്മുടെ ലൂയിസ് മലാഡിന് കിട്ടുവാണ്. She knew that she would weep again when she saw the kind, tender hands folded in death. അവൾ വീണ്ടും കരയുമെന്ന് അവൾക്കറിയാമായിരുന്നു എന്ന ആ ഒരു വിവരണം മലാഡിന് ഭർത്താവ് ബെൻലിയോടുള്ള ആഴത്തിലുള്ള വൈകാരിക ബന്ധത്തെ ഊന്നി പറയുകയാണ്. The face that had never looked save with love upon her, fixed ആൻഡ് ഗ്രേ ആൻഡ് ഡെഡ്. അതായത് ലൂയിസിനോട് വാത്സല്യമോ അതുമല്ലെങ്കിൽ ആർദ്രതയോ പ്രകടിപ്പിച്ചതായി തോന്നിയില്ല എന്നാണ് ഈ വരികൾ സൂചിപ്പിക്കുന്നത്. ഫിക്സ്ഡ് ആൻഡ് ഗ്രേ ആൻഡ് ഡെഡ്, മരണത്തിൽ പോലും കർക്കശവും വികാരരഹിതനും നിർജീവവുമായ ഒരു മുഖത്തിൻ്റെ ചിത്രമാണ് ഈ വാക്കുകൾ വിവരിക്കുന്നത്. But she saw beyond that bitter moment a long procession of years to come that would belong to her absolutely. പക്ഷേ ആ കൈപ്പേറിയ നിമിഷത്തിനപ്പുറം പൂർണ്ണമായും അവളുടേതായ വരാനിരിക്കുന്ന വർഷങ്ങളുടെ ഒരു നീണ്ട പ്രവാഹം അവൾ കണ്ടു, ഇല്ലെങ്കിൽ അവൾ ഇമാജിൻ ചെയ്തു. ആൻഡ് ഷീ ഓപ്പൺ ആൻഡ് സ്പ്രെഡ് ഹെർ ആംസ് ഔട്ട് ടു ദം ഇൻ വെൽക്കം. അതായത് കൈകൾ നീട്ടി സ്വാഗതം ചെയ്തു. എന്തിനെ? സ്വാതന്ത്ര്യത്തെ. അത് സ്വയം സങ്കല്പിച്ച ആ ഭാവിയെയും വെൽക്കം ചെയ്യുകയാണ് ലൂയിസി ഇവിടെ. There would be no one to live for during those coming years. She would live for herself. അതായത് തൻ്റെ ഭർത്താവിനോ മറ്റാർക്കെങ്കിലും വേണ്ടി ഇനി തൻ്റെ ജീവിതം നയിക്കാൻ താൻ ബാധ്യസ്ഥയല്ല എന്ന ലൂയിസിൻ്റെ ആ തിരിച്ചറിവിനെ എടുത്തു കാണിക്കുന്നു. ഇനി ആർക്ക് വേണ്ടി മാത്രം ജീവിക്കാം ലൂയിസിന്? She would live for herself. There would be no powerful will bending hers in that blind persistence with which men and women believe they have a right to impose a private will upon a fellow creature. അതായത് ഭർത്താവിൻ്റെയോ അല്ലെങ്കിൽ സമൂഹത്തിൻ്റെയോ ഇച്ഛയെ അല്ലെങ്കിൽ ആഗ്രഹത്തെ സൂചിപ്പിക്കുന്ന ഈ വരികൾ. അത് മുമ്പ് അവളെ നിയന്ത്രിച്ചിരുന്നത് ആരായിരുന്നു? അവരായിരുന്നു, ഭർത്താവും സമൂഹവും. അപ്പോൾ ഒരു വ്യക്തിയുടെ ആഗ്രഹങ്ങളെ ചോദ്യം ചെയ്യാതെയോ പരിഗണിക്കാതെയോ സൊസൈറ്റൽ നോംസും മാരൈഷ്യൽ എക്സ്പെക്റ്റേഷൻസും കൺട്രോൾ ചെയ്ത ആ രീതിയെ സൂചിപ്പിക്കുന്നതാണ് ഈ വരികൾ. A kind intention or a cruel intention made the act seem no less a crime. അതായത് ഈ ലൈൻ ഹൈലൈറ്റ് ചെയ്യുന്നത് ആംബിക്വിറ്റി, അതായത് ഹസ്ബൻഡിൻ്റെ മോട്ടീവ്സ്. അയാൾ യഥാർത്ഥത്തിൽ ദയുള്ളവനായാലും ഇല്ലെങ്കിലും മാനിപ്പുലേഷൻ, അതായത് കൃത്രിമം കാണിച്ചാലും ഭാര്യയിൽ ചെലുത്തിയ ആ സ്വാധീനം എന്ന് പറയുന്നത്, അത് ആ പ്രവൃത്തി, ആ സ്വാധീനം ചെലുത്തിയ ആ പ്രവൃത്തി എന്ന് പറയുന്നത് ഒരു കുറ്റകൃത്യമായി തോന്നിപ്പിച്ചു. അതായത് അവളെ നിയന്ത്രിക്കുകയും ആധിപത്യം സ്ഥാപിക്കുകയും ചെയ്യുന്ന ആ പ്രവൃത്തി. ഓക്കെ, സോ a kind intention or a cruel intention made the act seem no less a crime as she looked upon it in that brief moment of illumination. അതായത് her true nature of marriageും അതുപോലെ her suppressed desires-ഉം recognize ചെയ്ത് സഡൻ ഫ്ലാഷ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാകുന്നു ലൂയിസിന്. ആ ഇല്യൂമിനേഷൻ എന്ന് പറയുന്നത് ആ മൊമെൻ്റ് ഓഫ് എൻലൈറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ആ റിയലൈസേഷൻ, അതായത് സെൻസ് ഓഫ് ലിബറേഷൻ അനുഭവിക്കാൻ പോവുകയാണ് ആര്? ലൂയിസ്.
ആൻഡ് ഇറ്റ് ഷീ ഹാഡ് ലവ്ഡ് ഹിം സംടൈംസ് ഓഫൺ ഷീ ഹാഡ് നോട്ട്. അപ്പോൾ എന്താ പറഞ്ഞതെന്ന് പറഞ്ഞാൽ എന്നിട്ടും അവൾ തൻ്റെ ഭർത്താവിനെ സ്നേഹിച്ചിരുന്നു, പക്ഷെ പറയുന്നുണ്ട് ചിലപ്പോൾ, എന്നിട്ട് പറയുന്നുണ്ട് പലപ്പോഴും അവൾ അങ്ങനെ ചെയ്തിരുന്നില്ല. വാട്ട് ഡിഡ് ഇറ്റ് മാറ്റർ? വാട്ട് കുഡ് ലവ് ദ അൺസോൾവ്ഡ് മിസ്റ്ററി കൗണ്ട് ഫോർ ഇൻ ദ ഫേസ് ഓഫ് ദിസ് പൊസിഷൻ ഓഫ് സെൽഫ് അസേർഷൻ വിച്ച് ഷീ സഡൻലി റെക്കഗ്നൈസ്ഡ് ആസ് എ സ്ട്രോങ്ങസ്റ്റ് ഇമ്പൾസ് ഓഫ് ഹെർ ബീങ്. അത് ലൂയിസ് എന്ന കഥാപാത്രം മുമ്പ് അവൾക്കുണ്ടായിരുന്ന ഏതൊരു സ്നേഹത്തെക്കാളും അതുപോലെ സോഷ്യൽ എക്സ്പെക്റ്റേഷൻസിനേക്കാളും തൻ്റെ പുതുതായി കണ്ടെത്തിയ സ്വാതന്ത്ര്യത്തെയും അതുപോലെ ആത്മാഭിമാനത്തെയും പ്രധാനമാണെന്ന് തിരിച്ചറിയുന്നുവെന്ന് ഈ വരികൾ സൂചിപ്പിക്കുന്നു. ഫ്രീ, body and soul free, she kept whispering. Josephine was kneeling before the closed door with her lips to the keyhole, imploring for admission. അപ്പോൾ ജോസഫിൻ എന്ത് ചെയ്യുക? ജോസഫിൻ അവിടെ വെയിറ്റ് ചെയ്യുവാണ്. ലൂസി കഥ തുറക്കുന്നത് കാത്ത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. ലൂസി, ഓപ്പൺ ദ ഡോർ, ഐ ബെഗ്, ഓപ്പൺ ദ ഡോർ, യു വിൽ മേക്ക് യുവർ സെൽഫ് ഇൽ. വാട്ട് ആർ യു ഡൂയിങ് ലൂസി? ഫോർ ഹെവൻ സേക്ക് ഓപ്പൺ ദ ഡോർ. അപ്പോൾ നമ്മുടെ ഈ കഥ തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞായിരുന്നു മിസ്സിസ് മലാഡ്, അതായത് ലൂസിക്ക് ഹാർട്ട് ഡിസീസ് പ്രോബ്ലം ഉണ്ടെന്ന്. അപ്പം സിസ്റ്റർ വിഷമത്തോടെ പറയുവാണ്, നീ എന്ത് ചെയ്യുവാണ്? നീ കഥ തുറക്ക്. അതാണ് ഫോർ ഹെവൻ സേക്ക്, ദൈവത്തെ ഓർത്ത് കഥ തുറക്കുന്ന പറയത്തില്ലേ. അതിന് ലൂയിസ് ഉത്തരം നൽകുവാണ്, ഗോ എവേ, ഐ എം നോട്ട് മേക്കിംഗ് മൈസെൽഫ് ഇൽ. No, she was drinking in a very elixir of life through that open window. അതായത് ലൂയിസ് തുറന്ന ജനാലയ്ക്കരികിൽ ഇരിക്കുമ്പോൾ അവൾ തൻ്റെ ഭാവിയെക്കുറിച്ചും അതുപോലെ വിവാഹത്തിൻ്റെയും സാമൂഹിക പ്രതീക്ഷകളുടെയും പരിമിതികൾ, ആ റെസ്ട്രിക്ഷനിൽ നിന്നും മുക്തയായ, അത് ഫ്രീ ആയ ഒരു ജീവിതത്തെക്കുറിച്ചും ചിന്തിക്കുകയാണ്. ഹെർ ഫാൻസി വാസ് റണ്ണിങ് റയോട്ട് എലോങ് ദോസ് ഡേയ്സ് എഹെഡ് ഓഫ് ഹെർ. ഹെർ ഫാൻസി വാസ് റണ്ണിങ് റയോട്ട് എന്നാണ് പറയുന്നത്. അതായത് ഈ റണ്ണിങ് റയോട്ട് സിഗ്നിഫൈ ചെയ്യുന്നത് ലൂയിസിൻ്റെ തോട്ട്സും ഇമോഷൻസും നിയന്ത്രിക്കാനാവാത്തതും അതുപോലെ ആവേശം നിറഞ്ഞതുമായിരുന്നു. അത് അവൾക്ക് മുമ്പിലുള്ള ആ ദിവസങ്ങൾ, അതായത് വിവാഹത്തിൻ്റെയും സോഷ്യൽ എക്സ്പെക്റ്റേഷൻസിൻ്റെയും ലിമിറ്റേഷനിൽ നിന്ന് വേർപെട്ട് ലൂയിസ് ഇപ്പോൾ തൻ്റേതായി കാണുന്ന ഭാവിയാണ് ഇത് സൂചിപ്പിക്കുന്നത്. സ്പ്രിംഗ് ഡേയ്സ് ആൻഡ് സമ്മർ ഡേയ്സ് ആൻഡ് ഓൾ സോർട്ട് ഓഫ് ഡേയ്സ് ദാറ്റ് വുഡ് ബി ഹെയർ ഓൺ. അതായത് ഇനി വരാൻ പോകുന്ന സ്പ്രിംഗ് ഡേയ്സും സമ്മർ ഡേയ്സും എല്ലാ ദിവസങ്ങളും തൻ്റേതായിട്ട്, അതായത് തന്നെ ആരും നിയന്ത്രണത്തിൽ വെക്കാതെ, സപ്രസ് ചെയ്യാതെ വെക്കാതെ തനിക്കിന്ന് ഫ്രീഡം കിട്ടിയ ദിവസങ്ങളെ ഓർക്കുകയാണ് ലൂയിസ് ഇവിടെ. ഷീ ബ്രെത്ത് എ ക്വിക്ക് പ്രെയർ ദാറ്റ് ലൈഫ് മൈറ്റ് ബി ലോങ്. എന്താ പെട്ടെന്നൊരു പ്രെയർ, ഒരു ക്വിക്കായിട്ടുള്ള ഒരു പ്രെയർ ചെയ്തത് ലൂയിസ്, ആ ജീവിതം ദീർഘമായിരിക്കണമേ എന്ന്. ഇറ്റ് വാസ് ഓൺലി യെസ്റ്റർഡേ ഷീ ഹാഡ് തോട്ട് വിത്ത് എ ഷഡർ ദാറ്റ് ലൈഫ് മൈറ്റ് ബി ലോങ്. ഷഡർ എന്നാണ് പറയുന്നത്. ഓക്കെ, അത് ഇന്നലെ ആയിരുന്നു ജീവിതം ദീർഘമായിരിക്കുമെന്ന് അവൾ ഒരു വിറയലോടെ ചിന്തിച്ചത്. ഇന്ന് എന്താണ് പ്രെയർ ചെയ്യുന്നത്? ആ ജീവിതം ദീർഘമായിരിക്കണമേ എന്ന് പ്രെയർ ചെയ്യുന്നു. അതാണ് ആ വ്യത്യാസം. ഷീ എറോസ് അറ്റ് ലെങ്ത് ആൻഡ് ഓപ്പൺ ദ ഡോർ ടു ഹെർ സിസ്റ്റേഴ്സ് ഇമ്പോർട്ടുനിറ്റീസ്. അതായത് ജോസഫൈൻ്റെ അഭ്യർത്ഥനകൾക്ക് വഴങ്ങി ലൂയിസ് തൻ്റെ മുറിയിൽ നിന്ന് പുറത്തു വന്നു. ദർ വാസ് എ ഫീവറിഷ് ട്രൈം ഇൻ ഹെർ ഐസ്. അതായത് ഫീവറിഷ് ട്രൈം എന്ന് പറയുന്ന ഒരു ഭയങ്കര ഇൻറ്റൻസ് പാഷനേറ്റ് സക്സസ് ആരുടെ കണ്ണുകളിൽ തെളിഞ്ഞു? ലൂയിസിൻ്റെ കണ്ണുകളിലുണ്ടായിരുന്നു. ആൻഡ് ഷീ ക്യാഡ് ഹെർ സെൽഫ് അൺവിറ്റിംഗ്ലി ലൈക്ക് എ ഗോഡസ് ഓഫ് വിക്ടറി. അതായത് ഇവിടെ സിംബിളൈസ് ചെയ്യുന്ന മിസ്സിസ് മലാഡ്സിൻ്റെ സ്ട്രെങ്ത്. അതായത് ഒരു ഷീ വിൽ കോൺക്വർ ഒബ്സ്റ്റക്കിൾസ് ഇൻ ഹെർ ഫ്യൂച്ചർ. അതായത് ഏതൊരു തടസ്സങ്ങളും ഫ്യൂച്ചറിൽ വന്നാൽ അതെല്ലാം കോൺക്വർ ചെയ്യാനൊക്കും എന്നുള്ള ആ ഒരു സ്ട്രെങ്ത് മിസ്സിസ് മലാഡിൻ്റെ കണ്ണുകളിലുണ്ടായിരുന്നു. അതാണ് പറയുന്നത് എങ്ങനെ വന്ന ഒരു ഗോഡസ് ഓഫ് വിക്ടറിയെ പോലെ വന്നത്. അത് കോൺഫിഡൻസ് ആണ് അവിടെ കാണിക്കുന്നത്. ഓക്കെ, ഷീ ക്ലാസ്ഡ് ഹെർ സിസ്റ്റേഴ്സ് വേസ്റ്റ് ആൻഡ് ടുഗെദർ ദേ ഡിസെൻഡഡ് ദ സ്റ്റെയർസ്. അതായത് അവൾ സഹോദരിയുടെ അരക്കെട്ടിൽ വേസ്റ്റിൽ പിടിച്ചു. അവർ ഒരുമിച്ച് പടികൾ ഇറങ്ങി. റിച്ചാർഡ് സ്റ്റൂഡ് വെയിറ്റിംഗ് ഫോർ ദം അറ്റ് ദ ബോട്ടം. അപ്പോൾ ആരാ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന? റിച്ചാർഡ് അവരെ കാത്ത് താഴെയുണ്ടായിരുന്നു. someone was opening the front door with a latch key. അപ്പോൾ ആരോ ഒരു താക്കോൽ ഉപയോഗിച്ച് മുൻവശത്തെ വാതിൽ തുറക്കുന്നുണ്ടായിരുന്നു. ഇറ്റ് വാസ് ബ്രെൻലി മലാഡ് ഹു എൻറ്റേർഡ്. അപ്പോൾ അത് ആരാ അകത്ത് വരുന്നത്? ബ്രെൻലി മലാഡ്, എ ലിറ്റിൽ ട്രാവൽ സ്റ്റെയിൻഡ് കമ്പോസ്ലി ക്യാരിങ് ഹിസ് ഗ്രിപ്പ് സാക്ക് ആൻഡ് അംബ്രല്ല. ഈ ട്രാവൽ സ്റ്റെയിൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യാത്രയ്ക്ക് ശേഷം നമ്മൾ ഒരു വ്യക്തിയുടെ രൂപഭാവത്തെ വിവരിക്കാൻ ഉപയോഗിക്കുന്നതാണ്. ഓക്കെ, മേ ബി യാത്രയിൽ നേരിട്ട ബുദ്ധിമുട്ടുകളെയോ ആ ഒരു കഷ്ടപ്പാട് അതിനെയാണ് ഉദ്ദേശിക്കുന്നത് ട്രാവൽ സ്റ്റെയിൻഡ്. ഓക്കെ, അപ്പോൾ എന്തുമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്? ട്രാവലിംഗ് ബാഗും അംബ്രല്ലയൊക്കെ പിടിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. ഹി ഹാഡ് ബീൻ ഫാർ ഫ്രം ദ സീൻ ഓഫ് ദ ആക്സിഡൻറ്റ് ആൻഡ് ഡി നോട്ട് ഈവൻ നോ ദർ ഹാഡ് ബീൻ വൺ. അതായത് അയാൾ ആ അപകടം നടന്ന സ്ഥലത്ത് നിന്ന് വളരെ അകലെയായിരുന്നു. അങ്ങനെ ഒരു അപകടം സംഭവിച്ചതായി പോലും അയാൾക്ക് അറിയില്ലായിരുന്നു. ഹി സ്റ്റുഡ് അമേസ്ഡ് അറ്റ് ജോസഫൈൻസ് പിയേഴ്സിങ് ക്രൈ. അപ്പം
ഈ ബ്രെൻലി മലാഡ് അകത്ത് വന്നതും ജോസഫിന് ഒരു ഒച്ചത്തിലൊരു കരച്ചിൽ. അപ്പോൾ ആ കരച്ചിൽ കൊണ്ട് അയാൾ അത്ഭുതത്തോടെ നോക്കി നിന്നു. ആര്? ബ്രെൻലി മലാഡ്. അറ്റ് റിച്ചാർഡ്സ് ക്വിക്ക് മോഷൻ ടു സ്ക്രീൻ ഹിം ഫ്രം ദ വ്യൂ ഓഫ് ഹിസ് വൈഫ്. അതായത് ബ്രെൻലിയെ ജീവനോടെ കാണുന്നതിൻ്റെ ആ പെട്ടെന്നുള്ള അഘാതം ലൂയിസിന്, അതായത് ലൂയിസിന് ഓൾറെഡി ഹാർട്ട് ഡിസീസ് ഉള്ളതാണല്ലോ. അപ്പോൾ പെട്ടെന്ന് കാണുമ്പോഴത്തേക്ക് ലൂയിസ് ആ കൺമുന്നിൽ നിന്ന് മറയ്ക്കാൻ വേണ്ടി, ലൂയിസിൻ്റെ കൺമുമ്പിൽ നിന്ന് മറയ്ക്കാൻ വേണ്ടി റിച്ചാർഡ് ശ്രമിച്ചെങ്കിലും അത് നടന്നില്ല. When the doctors came, they said she had died of heart disease, of the joy that kills. അതായത് അവൾ ഹൃദ്രോഗം മൂലം മരിച്ചു എന്ന് ആര് പറഞ്ഞു? ഡോക്ടേഴ്സ് പറഞ്ഞു. അതായത് ഭർത്താവിനെ വീണ്ടും ജീവനോടെ കണ്ടത് ലൂയിസിൻ്റെ ഹൃദയത്തിന് താങ്ങാൻ കഴിയാത്തത്ര അധികം സന്തോഷം അനുഭവിച്ചതിനാൽ, അതാണ് ജോയ് ദാറ്റ് കിൽസ്. ഭയങ്കരമായിട്ടുള്ള സന്തോഷം കൊണ്ടുള്ള ആ ഒരു നിമിഷത്തിൽ എന്ത് സംഭവിച്ചല്ലോ? ഹാർട്ട് ഡിസീസ് സംഭവിച്ചു. പക്ഷേ ഈ കഥ വായിച്ച നമ്മളെപ്പോലുള്ള വായനക്കാർക്കറിയാം, ബ്രെൻലിയുടെ തിരിച്ചുവരവിൻ്റെ സന്തോഷമല്ല, മറിച്ച് ലൂയിസ് സങ്കല്പിച്ച ആ സ്വാതന്ത്ര്യത്തിൻ്റെ നഷ്ടവും അതുപോലെ ഇനി മുൻകാല ജീവിതത്തിലേക്ക് മടങ്ങുന്നതിൻ്റെ നിരാശയുമാണ് മരണകാരണമെന്ന്. ഈ സ്റ്റോറിയുടെ തീം എന്താണെന്ന് ചോദിച്ചാൽ ഫ്രീഡം ആൻഡ് ഇൻഡിപെൻഡൻസ്, അതുപോലെ ദ ഒപ്രസീവ് ഓഫ് വിമൻ ഇൻ സൊസൈറ്റി, അതുപോലെ വേറൊരു തീമാണ് മാരേജ്. ഓക്കെ, I hope you are clear with this explanation, and if you feel this class useful, please share with your friends too. Thank you.